അനാഥത്വം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത ഒരനുഭവമാണ്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14 അധ്യായത്തിൽ യേശു വാക്കുകൾ പറയുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. 3.5 വർഷമായിട്ട് യേശു ശിഷ്യന്മാരുടെ കൂടെ നടക്കുകയാണ്. അവരുടെ എല്ലാ ജീവിത കാര്യങ്ങളിലും യേശു അവരോടൊപ്പമുണ്ട്. പെട്ടെന്ന് യേശു അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ട് കടന്നു പോകും, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അത് നിനക്ക് സംഭവിക്കരുത്. നിനക്കത് സംഭവിച്ചാൽ ഞങ്ങളുടെ കാര്യം എന്താ? ഞങ്ങളെ ആര് നോക്കും? ഞങ്ങൾ പടകും വലയും എല്ലാം വിട്ടിട്ട് നിന്റെ പിന്നാലെ ഇറങ്ങിയതല്ലേ? ഇങ്ങനെ ഒരു ആശങ്ക അവരുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലതാ, ഞാൻ പോയാലും ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അടുത്ത ചില നിമിഷങ്ങളെ വേർതിരിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കുക. മെസ്സേജ് കേട്ട ശേഷം നിങ്ങളുടെ സ്നേഹിതർക്ക് പങ്കുവെക്കുവാനും ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 18 വാക്യമാണ്. അവിടെ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥത്വം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത ഒരനുഭവമാണ്. ആരുമില്ലാത്തൊരവസ്ഥ, എല്ലാവരും കൈവിട്ടു പോയ ഒരനുഭവം. അത് മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ഒരനുഭവമാണ്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14 അധ്യായത്തിൽ യേശു വാക്കുകൾ പറയുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. 3.5 വർഷമായിട്ട് യേശു ശിഷ്യന്മാരുടെ കൂടെ നടക്കുകയാണ്. അവരുടെ എല്ലാ ജീവിത കാര്യങ്ങളിലും യേശു അവരോടൊപ്പമുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ, അവരുടെ യാത്രക്കിടയിൽ എപ്പോഴും സർവശക്തനായ അത്ഭുതങ്ങളെ ചെയ്യുന്ന, അപ്പം വർദ്ധിപ്പിക്കുന്ന, ശരീരത്തിൻ്റെ രോഗം സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, പ്രകൃതി ക്ഷോഭത്തെ വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം അവരുടെ കൂടെ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭയങ്ങളും ഇപ്പം ഇല്ല. വലിയൊരു സന്തോഷമാണ് യേശുവിൻ്റെ കൂടെ നടക്കാൻ. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളൊന്നുമില്ല, കാരണം യേശു ആണല്ലോ കൂടെ ഉള്ളത്. പെട്ടെന്ന് യേശു അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ട് കടന്നു പോകും, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. എനിക്ക് മുമ്പിൽ ക്രൂശുണ്ട്, ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അത് നിനക്ക് സംഭവിക്കരുത്. നിനക്കത് സംഭവിച്ചാൽ ഞങ്ങളുടെ കാര്യം എന്താ? ഞങ്ങളെ ആര് നോക്കും? ഞങ്ങൾ പടകും വലയും എല്ലാം വിട്ടിട്ട് നിന്റെ പിന്നാലെ ഇറങ്ങിയതല്ലേ? ഞങ്ങൾക്കിനി ജീവിതത്തിൽ എന്തുണ്ട്? നോക്കുക, അവർ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ എല്ലാവരും അവർക്ക് അനുകൂലമായിരുന്നില്ല, പലരും പ്രതികൂലമായി തീർന്നു. ഇനി യേശു ഇല്ലാത്തൊരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. ഇനി പിന്നിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. മുന്നിൽ ഇനി എന്താണ് ഉള്ളത്? ഇങ്ങനെ ഒരു ആശങ്ക അവരുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലതാ, ഞാൻ പോയാലും ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം 14 അധ്യായത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം യേശു പറയുന്നുണ്ട്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ മറ്റൊരു ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചപ്പോൾ കാര്യസ്ഥൻ എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ വൺ ഹൂ ഇസ് ജസ്റ്റ് ലൈക്ക് മീ എന്ന, എന്നെ പോലെ ഒരുവനെ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയാലും ഞാൻ നിങ്ങളെ അനാഥരാക്കുകയില്ല. എന്നോടുകൂടെ സഞ്ചരിച്ച, എനിക്ക് പിതാവിൻ്റെ ശബ്ദത്തെ അറിയിച്ചു തന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. ആ പരിശുദ്ധാത്മാവിൻ്റെ ലിമിറ്റുകളില്ല, ലിമിറ്റ്ലെസ് ആണ്. ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളോട് കൂടെ നിങ്ങളിൽ തന്നെ വസിക്കുന്ന ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്നേഹിതനായി ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ ഭാഷയറിയാത്ത ആളുകളുടെ ഇടയിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും അവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേടിയുണ്ടാകും. എന്നെ ധൈര്യപ്പെടുത്തുന്ന വിഷയം എന്താണെന്നറിയാമോ? ഞാൻ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ സന്ദർഭങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ അങ്ങൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ധൈര്യപ്പെടുത്തണമേ. ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ചില ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളൂടെ കടന്നു പോകുമ്പോൾ എനിക്കില്ലാത്ത ധൈര്യം
പരിശുദ്ധാത്മാവ് എനിക്ക് ഉള്ളിൽ തരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യേശു പറയുന്ന വാക്കുകൾ നിങ്ങൾ ഓർക്കണമേ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടത്തില്ല. നിങ്ങളൊരു അനാഥത്വം അനുഭവിക്കുന്ന വ്യക്തിയാണോ? ഈ ഭൂമിയിൽ ആരുമില്ല എന്നെ സഹായിക്കാനെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കാണും, ഒരുപക്ഷെ ബന്ധുമിത്രാദികൾ നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുകയായിരിക്കും, ഒരുപക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ആ അനാഥത്വം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോടൊരു ശ്രദ്ധവർത്തമാനം പറയാം. പരിശുദ്ധാത്മാവെന്ന ആ കൂട്ടാളിയെ, ആ സ്നേഹിതനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സഹവാസം, ആ കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. എനിക്കുള്ളതുപോലെ നിങ്ങൾക്കും ഈ ഒരു പരിശുദ്ധാത്മാവെന്ന കൂട്ടാളിയുടെ ആ വലിയ സാമീപ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, നമ്മോട് കൂടെ നമ്മളെ സംരക്ഷിക്കുക, നമ്മളെ കരം പിടിച്ച് നടത്തുക, ഒരിക്കലും അനാഥത്വം അനുഭവിക്കാതെ നമ്മളെ സുരക്ഷിതമായി നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് യേശു കർത്താവ് ഒരു ഉത്തരവാദിത്തം കൊടുത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരിക്കലും ക്ഷണിച്ചു പോകണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയും ഭയത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, പ്രയർ ആവശ്യമുണ്ടെങ്കിൽ, പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ആ നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങളുടെ 1-2 സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. May God bless you.